ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സർഫസ് ഏരിയനെ കുറിച്ചിട്ടായിരുന്നു. ഇനി സർഫസ് ഇൻറ്റഗ്രൽ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് കിടക്കാം. സർഫസ് ഇൻറ്റഗ്രൽ സർഫസ് ഏരിയയിലായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു. നമുക്ക് 3 ഡയമെൻഷനിൽ തന്നൊരു പിക്ചറിൽ നമ്മൾ എന്ത് ചെയ്യും, 2Dയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും അല്ലേ. ഒന്നെങ്കിൽ XY പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. നമുക്ക് ഏത് പ്ലെയിനിലേക്ക് വേണമെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാം. XY പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, XZലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, ഓർ YZ. അപ്പോൾ ഞാനിവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നത്, ഈ ഒരു പിക്ചർ കാണിച്ചിരുന്നത് XY പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ, അതുപോലെ തന്നെ ലൈൻ ഇൻറ്റഗ്രൽ അല്ലേ. ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ഇൻ പ്ലെയിനിലുള്ള ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എന്താണെന്നും അതുപോലെ തന്നെ ലൈൻ ഇൻറ്റഗ്രൽ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അതിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്, ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ആണെന്നുണ്ടെങ്കിൽ പ്ലെയിനിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു കർവ് വരച്ചിട്ട് അതിനെ n ഇൻ്റർവെൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യായിരുന്നു അല്ലേ. അതുപോലെ പ്ലെയിനിലുള്ള ലൈൻ ഇൻറ്റഗ്രലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്ത റെക്റ്റാങ്കിൾ നമ്മൾ എന്ത് ചെയ്യാതാണ് n സബ് റെക്റ്റാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഇനി സർഫസ് ഇൻറ്റഗ്രലിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ആദ്യം ഈ ഒരു സർഫസ് ഇൻറ്റഗ്രലിൻ്റെ ഡെഫിനിഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെയും ഈ ഒരു സർഫസിനെ n ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ ആദ്യം നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ പിക്ചർ അങ്ങോട്ട് വരച്ചതാണ്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ലെറ്റ് W = g of x, y, z be defined in a region of 3 space. ആ 3 ഡയമെൻഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, സർഫസ് ആയിരിക്കും അല്ലേ. ആ സർഫസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു W = g of x, y എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. അതെന്താണ്, വിച്ച് ഈസ് എ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ z = f of x, y അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ 3 ഡയമെൻഷനിലുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം, 2Dയിലേക്ക് z = നമ്മൾ സർഫസ് ഏരിയ ചെയ്തപ്പോഴും അങ്ങനെ തന്നെ ചെയ്തത്. അത് നമ്മൾ എന്ത് ചെയ്യുക, ആ ഗ്രാഫ് എന്നുള്ളത് 2 ഡയമെൻഷനിലേക്ക് എന്ത് ചെയ്യും, പ്രൊജക്റ്റ് ചെയ്യും അല്ല. അപ്പോൾ ഇത് പ്രൊജക്ഷൻ ഓഫ് ദി സർഫേസ് ഇൻ ടു 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് 1 ടൈപ്പ് 2 ഏതെങ്കിലും ചെയ്യും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാണ് 3Dയിലുള്ള ഒരു പിക്ചറിനെ 2 ഡയമെൻഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. W = g of x, y, z എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യുക, S എന്നുള്ള ഈ ഒരു സർഫസ് ഉണ്ടല്ലോ, ആ എസിനെ നമുക്ക് സർഫസ് ഇൻറ്റഗ്രൽ ആകുമ്പോൾ എസിനെ നമ്മൾ എന്ത് ചെയ്യുക, n പാച്ചസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, എന്നെ നമ്മൾ ലൈൻ ഇൻറ്റഗ്രൽ ആയപ്പോഴും അതുപോലെ തന്നെ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ആയപ്പോഴും റെക്റ്റാങ്കിൾസും അതുപോലെ സബ് ഇൻ്റർവെൽസും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എസിനെ നമ്മൾ എന്ത് ചെയ്യുക, n പാച്ചസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ എന്തുണ്ടായിരിക്കും, SK വിത്ത് ഏരിയാസ് ഡെൽറ്റ SK. ഓക്കെ, സർഫസിൽ നമ്മൾ അതിനെ n ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ SK വിത്ത് ഏരിയ ഡെൽറ്റ SK ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അതിനെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്തുണ്ടായിരിക്കും, RK റെക്റ്റാങ്കിൾസ് ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ R1 R2 etc RK ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ അതെന്തായിട്ട് മാറും, പിന്നെ RK റെക്റ്റാങ്കിൾസ് വിത്ത് ഏരിയ ഡെൽറ്റ AK ആയിട്ട് മാറും അല്ലേ. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ അവിടെ ചെയ്യുന്നത്, 3Dയിൽ ചെയ്യുന്നത് 2Dയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അവിടെ സർഫസിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് n പാച്ചസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, അതിന് n റെക്റ്റാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, തേർഡ് വൺ എന്താ വരുന്നത്, നമുക്കറിയാം നോം ആണ് അല്ലേ. നോം എന്ന് പറഞ്ഞാൽ എന്താണ്, നോം ബി ദ പാർട്ടീഷൻ ഓർ ദ ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് ഡയഗണൽ അല്ലേ. RK എന്നുള്ളതിൽ ഏതിലാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ഡയഗണൽ വരുന്നത് അതിൻ്റെ ലെങ്ത് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാമ്പിൾ പോയിന്റ് ചൂസ് ചെയ്യായിരുന്നു. അതായത് നമുക്ക് S എന്ന് ചൂസ് ചെയ്യാം. S എന്നൊരു സാമ്പിൾ പോയിന്റ് ചൂസ് ചെയ്യുമ്പോൾ എന്ത് വരും, അവിടെ XK സ്റ്റാർ X Y Z എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് XK സ്റ്റാർ YK സ്റ്റാർ ദെൻ ZK സ്റ്റാർ എന്നുള്ള പോയിന്റ് ചൂസ് ചെയ്യാം. ദെൻ സമ്മേഷൻ വരും അല്ലേ. XK സ്റ്റാർ YK സ്റ്റാർ ZK സ്റ്റാർ എന്നുള്ള പോയിന്റ് ചൂസ് ചെയ്ത് സാമ്പിൾ പോയിന്റ് ചൂസ് ചെയ്ത് ദെൻ സമ്മേഷൻ എന്താ വരിക, സിഗ്മ K = 1 to n G of XK സ്റ്റാർ YK സ്റ്റാർ ZK സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ SK എന്ന് വരും. ഓക്കെ, നമുക്ക് സർഫസ് ഇൻറ്റഗ്രലിൻ്റെ ഡെഫിനിഷനിലേക്ക് ഇത്രയും കാര്യങ്ങളാണ് ആവശ്യം. ഇതിപ്പോൾ നമ്മൾ ലൈൻ ഇൻറ്റഗ്രലും അതുപോലെ തന്നെ ഡെഫിനിറ്റ് ഇൻറ്റഗ്രലും ഒക്കെ പറഞ്ഞതായിരുന്നു അല്ലേ. അവിടെ നമ്മൾ ഫംഗ്ഷൻ 2 ഡയമെൻഷനിലാവുകൊണ്ട് z = f of x, y എന്നുള്ള ഫംഗ്ഷൻ ചെയ്യായിരുന്നു. ഇവിടെ W = g of x, y, z എന്നുള്ള 3 വേരിയബിൾ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ 2 വേരിയബിളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. XY പ്ലെയിനിലേക്കോ XZയിലേക്കോ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ XYൻ്റെ കേസിലാണ് പറഞ്ഞത്. ഇനി XZും അതുപോലെ തന്നെ YZ ഒക്കെ ആകുമ്പോഴുള്ള ഇക്വേഷൻസിൽ വരുന്ന ചേഞ്ച് നമുക്ക് നോക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത് S എന്നുള്ള സർഫസിനെ പാച്ചസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ അതന്നെ നമുക്ക് എന്താ കിട്ടും, ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും, അപ്പോൾ നമുക്ക് 2 ഡയമെൻഷനിലെ പിക്ചറിൽ n റെക്റ്റാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും.
അതുപോലെ നമ്മൾ ആ ഫസ്റ്റ് സർഫസിൻ്റെ ഒരു സാമ്പിൾ പോയിന്റ് ചൂസ് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നോം ഉണ്ടായിരിക്കും, ഒരു സമ്മേഷനും ഉണ്ടായിരിക്കും. ഇനി ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. Let G be a function of three variables defined over a region of three space containing the surface S. Then the surface integral of G over S is given by double integral over S G of xyz ds is equal to limit norm p tends to 0 sigma k equal to 1 to n G of xk star yk star zk star into delta sk. അതിൻ്റെ കോമൺ ഡെഫിനിഷൻ എന്ന് പറഞ്ഞതേ നമ്മൾ ആ ഒരു പിക്ചറൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡെഫിനിഷനിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത്. ഇനി നമ്മൾ ഡബിൾ ഇൻറ്റഗ്രൽ കാൽക്കുലേറ്റ് ഈ ഒരു ജി ഓഫ് എക്സ് വൈ സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ സെറ്റ് എന്നുള്ള ഏത് പ്ലെയിനിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് ആ ഫംഗ്ഷന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലേ എ ഓഫ് എസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഡെഫിനിഷൻ പറയുന്നത്, ജി എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾ ആണ് അല്ലേ. നമുക്ക് തന്നിരുന്നത് ജി ഇസ് ഈക്വൽ ടു ഡബ്ല്യു is equal to g of x y z എന്നുള്ള ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾ ആയിരുന്നു. ആൻഡ് 3 സ്പേസിലുള്ള കണ്ടെയ്നിങ് ദ സർഫേസ് എസ്. ദെൻ സർഫസ് ഇൻറ്റഗ്രൽ നമുക്ക് എങ്ങനെ പറയാം, ഓവർ എസ് ജി ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് ആണ് അല്ലേ സർഫസ് ഇൻറ്റഗ്രൽ. പറഞ്ഞാൽ നോം പി ടെൻസ് ടു 0 ഇൻറ്റഗ്രൽ. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ആ സർഫസിലുള്ള എങ്ങനെയാണ് നമ്മൾ സർഫസ് എങ്കിൽ ആ സർഫസിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഓരോ S1 S2 എക്സെട്ര അങ്ങനെ ഓരോന്ന് എണ്ണായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെയും ഏരിയയും അതിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സാമ്പിൾ പോയിന്റ് ഇതിന് എന്ത് ചെയ്യുക, ടോട്ടൽ സമ്മേഷൻ ചെയ്യുക, അതായത് റീമാൻ സമ്മിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അതിനെയാണ് നമ്മൾ സർഫസ് ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സർഫസ് ഇൻറ്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് 2-3 മെത്തേഡുകളുണ്ട്. അതായത് ഞാൻ പറഞ്ഞ XY പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, അതുപോലെ XZ-ലേക്ക് YZ-ലേക്കൊക്കെ പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ ഓരോന്നിലും എങ്ങനെയാണ് ചേഞ്ച് വരിക എന്നുള്ളത് നോക്കാം. മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ ഓഫ് സർഫസ് ഇൻറ്റഗ്രൽസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ z is equal to f of x y എന്നുള്ളത് എന്താണ്, വിത്ത് ഇക്വേഷൻ ഓഫ് ദി സർഫേസ് എസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സെറ്റിനെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ജി അതുപോലെ തന്നെ എഫ് എക്സ് എഫ് വൈ ഇതൊക്കെ എന്തായിരിക്കണം, എസ് എന്നുള്ള റീജിയനിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ എക്സ് വൈ പ്ലെയിനിലേക്കാണ് ഫസ്റ്റ് എക്സ് വൈ പ്ലെയിനിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇൻറ്റഗ്രൽ ഓവർ എസ് ജി ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് ഇസ് ഈക്വൽ ടു ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യും, ഡബിൾ ഇൻറ്റഗ്രൽ ജി ഓഫ് എക്സ് വൈ സെഡിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം, എഫ് ഓഫ് എക്സ് വൈ ഈ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറൻഷ്യൽ ഓഫ് ദി സർഫസ് ഏരിയ. അപ്പോൾ സർഫസ് ഏരിയ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എഫ് വൈ ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ഡി എ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൊടുക്കുക, ഈ ഡി എസിൻ്റെ പ്ലേസിൽ ഇതോടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ സെഡ് എന്നുള്ള ഈ ഒരു സെഡ് സീക്വൽ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് നമ്മൾ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, സെഡിന് എഫ് ഓഫ് എക്സ് വൈ എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഡി എസിൻ്റെ പ്ലേസിൽ എന്ത് കൊടുത്തു, റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എഫ് വൈ ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ അല്ലേ. ഇനി സെക്കൻഡ് എക്സ് പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു വിചാരിക്കുക. അതായത് ഇഫ് y is equal to g of xz ഇങ്ങനെ കൊടുത്തു. Is the equation of the surface S that project onto the region R in the xz plane. Okay, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ജിയും എഫും ജി എക്സും ജി സെറ്റും എന്തായിരിക്കണം, കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ റീജിയൻ എസ് അല്ലേ. ദെൻ നമുക്ക് എങ്ങനെ ഇൻറ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം, ഓവർ എസ് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് ജി ഓഫ് എക്സ് വൈൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം, ജി ഓഫ് എക്സ് സെറ്റ് അല്ലേ. ദെൻ സെറ്റിൻ്റെ പ്ലേസിലോ സെറ്റ് തന്നെ വരും, ഡി എസ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ജി ഓഫ് എക്സ് ജി ഓഫ് എക്സ് സെറ്റ് സെറ്റ് ഡി എസ്. അവിടെ ഡി എസിൻ്റെ പ്ലേസിൽ എന്തായിട്ട് മാറും, ഡി എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താ എടുത്തത്, ഡി എസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എഫ് വൈ ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ എന്നായിരുന്നു അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ എന്ത് വരും, ഡി എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് നമുക്ക് എങ്ങനെ എഴുതാം, 1 പ്ലസ് എഫ് എക്സ് ആവില്ല ജി എക്സ് ആയിരിക്കും അല്ലേ, എക്സിലും അതുപോലെ തന്നെ ഏതിലാണ് സെഡിലുമാണ് ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ജി എക്സ് ഓഫ് എക്സ് സെറ്റ് ഹോൾ സ്ക്വയർ പ്ലസ് ജി സെഡ് ഓഫ് എക്സ് സെറ്റ് ഹോൾ സ്ക്വയർ എന്നായിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 പ്ലസ് ജി എക്സ് അല്ലെ, ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് പിന്നെ എന്താണ് സെഡിലാണ് വരുന്നത്. അപ്പോൾ ജി എക്സ് ഓഫ് എക്സ് സെറ്റ് ഹോൾ സ്ക്വയർ പ്ലസ് ജി സെഡ് ഓഫ് എക്സ് സെറ്റ് ഹോൾ സ്ക്വയർ. നമുക്ക് ഇവിടെ ഡി എസിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം, ഡി എസ് എന്നുള്ളടത്ത് ഇത് കൊടുക്കാം. ഓക്കെ, 1 പ്ലസ് ജി എക്സ് ഓഫ് എക്സ് സെറ്റ് ഹോൾ സ്ക്വയർ പ്ലസ് ജി സെഡ് ഓഫ് എക്സ് സെറ്റ് ഹോൾ സ്ക്വയർ ഡി എന്നുണ്ട്. നെക്സ്റ്റ് ഇപ്പോൾ എക്സ് സെറ്റ് പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം,
വൈ സെറ്റിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക അല്ലേ. വൈ സെറ്റിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും ചേഞ്ച് വരിക? മൂന്നാമത്തത് എക്സ് വൈയിലേക്ക് ആദ്യം പ്രൊജക്റ്റ് ചെയ്തു, ദെൻ നമ്മൾ എന്ത് ചെയ്തു എക്സ് സെറ്റിലേക്ക്, ദെൻ വൈ സെറ്റിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു സം എച്ച് ഓഫ് വൈ സെറ്റ് എന്നെന്തെങ്കിലും എഴുതാം. ഓക്കെ, നമുക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്തും ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ജി ഓഫ് എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? എച്ച് ഓഫ് വൈ സെറ്റ്, ദെൻ വൈ അതുപോലെ തന്നെ സെറ്റ് എഴുതുക അല്ലേ. അപ്പൊ ഇവിടെ ഡി എസ് എന്താ വരിക? ഡി എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് ഇവിടെ എച്ച് വൈ ആണ്, ഫസ്റ്റ് എന്ത് ചെയ്യുക? എച്ച് വൈ ഓഫ് വൈ സെറ്റ് ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സെറ്റ് ഓഫ് വൈ സെറ്റ് ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും ഡി എസ് വരുന്നത് മൂന്ന് കേസിലും. എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഡി എസ് ഇങ്ങനെ വരും അല്ലേ, റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് എക്സ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എഫ് വൈ എക്സ് വൈ ഹോൾ സ്ക്വയർ. ദെൻ എക്സ് സെറ്റ് പ്ലെയിനിലേക്കാണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ, ദെൻ വൈ സെറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ ചേഞ്ച് വരും. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് മാസ് ഓഫ് എ സർഫസ്. മാസ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? മാസ് എന്ന് പറഞ്ഞാൽ റോ ഡെൻസിറ്റി വെച്ചിട്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ 3 വേരിയബിൾ ആവുകൊണ്ട് തന്നെ റോ ഓഫ് എക്സ് വൈ സെറ്റ് എന്നുള്ളതായിരിക്കും ഡെൻസിറ്റി. ദെൻ മാസ് ഓഫ് ദി സർഫസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്താൽ മതി? ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് റോ ഓഫ് എക്സ് വൈ സെറ്റ് ഡി എസ്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാസ് കിട്ടും. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ പ്രോബ്ലം നോക്ക്. ഇവാലുവേറ്റ് ദി സർഫസ് ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എക്സ് സെറ്റ് ഡി എസ് വേർ എസ് ഈസ് ദ പാർട്ട് ഓഫ് ദി പ്ലെയിൻ എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഇസ് ഈക്വൽ ടു 1 ദാറ്റ് ലൈസ് ഇൻ ദ ഫസ്റ്റ് ഒക്ടേവ്. ഇതുപോലെ പ്രോബ്ലം നമ്മൾ സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനും ചെയ്തായിരുന്നു അല്ലേ. ഇവിടെ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഓവർ എക്സ് എക്സ് സെറ്റ് ഡി എസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഫംഗ്ഷൻ എന്ത് എഴുതാം? ജി ഓഫ് എക്സ് വൈ സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് സെറ്റ് ആണ്. ഓക്കെ, ദെൻ S is the part of the plane x plus y plus z is equal to 1 തന്നിട്ടുണ്ട്. That lies in the first octant. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്ലെയിൻ ഫസ്റ്റ് എന്ത് ചെയ്യാം? x plus y plus z is equal to 1 ഉള്ള ഈ ഒരു പ്ലെയിന് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റും വൈ ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റും സെഡ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റും കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അവിടെ ഒരു പിക്ചർ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ അതിനെ 2 ഡയമെൻഷനിലേക്ക് അല്ലേ, അതായത് എക്സ് വൈ പ്ലെയിനിലേക്കോ ഏതെങ്കിലും ഒരു പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് സർഫസ് ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ സെഡ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ആദ്യം തൊട്ട് 0 0 1 ഉള്ളതാണ് ഇത്. ഈ ഒരു പ്ലെയിൻ സെഡ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് കിട്ടി. ദെൻ എക്സ് ഈക്വൽ ടു സെഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ എന്ത് കിട്ടും? വൈ ഇസ് ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? 0 1 0 ഇതാണ് വൈ ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ദെൻ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ then y is equal to z is equal to 0 എന്ന് കൊടുത്താൽ കിട്ടും x equal to 1, അതായത് 1 0 0 ഇതാണ് ഈ ഒരു പ്ലെയിൻ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ നമുക്ക് വരച്ച പോലെ തന്നെ വരച്ച് നോക്കാം. അതായത് ഇപ്പോൾ നമുക്ക് പിക്ചർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അല്ലേ. എക്സ് ആക്സിസിൽ 1 0 0 വൈയിൽ 0 1 0 സെറ്റിൽ 0 0 1 ഇത് വരയ്ക്കുന്ന നമുക്ക് എന്താ കിട്ടുക? ഒരു ട്രയാങ്കിൾ തന്നെ ആയിരിക്കും അല്ലേ. ഒരു ട്രയാങ്കിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഏതാണ് പ്ലെയിന്? നമുക്ക് തന്നിട്ടുണ്ട് എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഇസ് ഈക്വൽ ടു 1 ഉള്ള പ്ലെയിൻ ആണെന്ന് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ 2 ഡയമെൻഷനിലേക്ക് പ്രൊജക്ട് ചെയ്യുക. അപ്പോൾ ഏതായിരിക്കും റീജിയൻ വരിക? ഇതുപോലെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തതായിരുന്നു. അപ്പോൾ ഇവിടെ ആയിരിക്കും എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുക പറയുമ്പോൾ ഇതായിരിക്കും വരിക. ഇത് എന്താണ്? ഇറ്റ്സ് ആൾസോ എ ട്രയാങ്കിൾ വിത്ത് വേർട്ടിസസ് 1 0 0 0 0 0 ആൻഡ് 0 1 0 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എന്നിട്ട് ആ 2 ഡയമെൻഷനിലേക്ക് പ്രൊജക്ട് ചെയ്താൽ അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 2 ഡയമെൻഷനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഈ പിക്ചർ ഇങ്ങനെ ആയിരിക്കും അല്ലേ. അതായത് 0 1 1 0യിലൂടെയാണ് 1 0 then 0 1 ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിരിക്കും ഇത് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? ഇതൊരു ലൈൻ ആയിരിക്കും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ഉള്ള ലൈൻ അല്ലേ. അപ്പോൾ നമുക്ക് റീജിയൻ എങ്ങനെ എഴുതാം? ദെൻ ഇതായിരിക്കും റീജിയൻ വരുന്നത് അല്ലേ. ദെൻ R is the region bounded by the lines x equal to 0, y is equal to 0 and x plus y is equal to 1. അപ്പോൾ നമുക്ക് അവിടെ എക്സിന്റെയും വൈന്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സിന്റെ ലിമിറ്റ് എങ്ങനെയാണ് വരിക? എക്സിന്റെ ലിമിറ്റ് നമുക്ക് 0 less than or equal to x less than or equal to 1 വരും. അതായത് ഈ കംപ്ലീറ്റ് റീജിയൻ കവർ ചെയ്യുന്നത് എക്സ് ഏതിലൂടെയാണ്? 0 to 1 വരെയാണ്. പിന്നെ y നമുക്ക് എങ്ങനെ കിട്ടും? 0 less than or equal to y less than or equal to ഇതിന്ന് y എങ്ങനെ എഴുതാം? 1 minus x എഴുതാം അല്ലേ. അപ്പോൾ വൈന്റെ ലിമിറ്റും കിട്ടി, എക്സിന്റെ ലിമിറ്റും കിട്ടി. ദെൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രൽ എങ്ങനെയായിരുന്നു? എക്സ് വൈ പ്ലെയിനിലേക്കാണ് നമ്മൾ പ്രൊജക്ട് ചെയ്തത് അല്ലേ. അപ്പോൾ ഇന്റഗ്രൽ ഓവർ എസ് ജി ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്? ഇന്റഗ്രൽ ഓവർ ആർ ജി ഓഫ് എക്സ് വൈ സെഡിന്റെ പ്ലേസിൽ എന്ത് കൊടുത്തു? എഫ് ഓഫ് എക്സ് വൈ ദെൻ root of 1 plus fx of xy whole square plus fy of xy whole square dA. ഇതിൽ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡബിൾ ലിമിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി
നമുക്കറിയാം ജി ഓഫ് എക്സ് വൈ സെഡ് അല്ലെ, ജി ഓഫ് എക്സ് വൈ സെഡ് എന്താന്ന് തന്നിട്ടുണ്ട്, എക്സ് സെഡ് ആണ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്, എക്സ് സെഡ് ആണ്. അപ്പൊ നമുക്ക് ഈ സെഡിനെ എന്തിന് കൺവേർട്ട് ചെയ്യണം, ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് ഇതെന്ന് എന്തെഴുതാം, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 1. ഇത് സെഡ് എന്തെഴുതാം, സെഡ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് മൈനസ് വൈ എന്ന് എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്തെടുക്കണം, എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് വൈ. ഓക്കെ, അപ്പൊ ജി ഓഫ് എക്സ് വൈ എഫ് ഓഫ് എക്സ് വൈ കിട്ടി, എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് വൈ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത്, എഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. എഫ് എക്സ് ഇതാണ് ഇപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. എഫ് എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എഫ് എക്സ് എന്ന് പറഞ്ഞാൽ -1 വരും. ദെൻ എഫ് വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും, എഫ് വൈ എന്ന് പറഞ്ഞാൽ -1 ആണ് വരും. അപ്പോൾ എഫ് എക്സും കിട്ടി, എഫ് വൈയും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to 1 മൈനസ് എക്സ്, എക്സിൻ്റെ വൈൻ്റെ ലിമിറ്റ് നമുക്ക് കിട്ടിയായിരുന്നു അല്ലേ. ജി ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ളതിൻ്റെ പ്ലേസിൽ നമുക്ക് എന്താ കിട്ടിയത്, എക്സ് ഇൻറ്റു സെഡിൻ്റെ പകരം നമുക്ക് എന്താ എഴുതാം, 1 മൈനസ് എക്സ് മൈനസ് വൈ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് ഇപ്പോൾ കിട്ടിയ എന്താണ്, -1 ഹോൾ സ്ക്വയർ പ്ലസ് എഫ് വൈ എന്താണ്, -1 ഹോൾ സ്ക്വയർ ഡി വൈ ഡി എക്സ്. ഓക്കെ, ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to 1 മൈനസ് എക്സ്, ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തരും എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ജോ. ഇവിടെ എന്ത് വരും, റൂട്ട് 1 പ്ലസ് 1 പ്ലസ് 1 ആണ് റൂട്ട് 3 ഉണ്ടാക്കില്ല, റൂട്ട് 3 കോൺസ്റ്റന്റ് ആണ്. ഇത് നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കാം, റൂട്ട് 3 ഡി വൈ ഡി എക്സ്. ഇനി ആദ്യം എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് വൈയിൽ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഈക്വൽ ടു റൂട്ട് 3 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1. ആദ്യം വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വൈ മൈനസ് എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് വൈ സ്ക്വയർ ബൈ 2 എന്ന് വരും അല്ലേ. എക്സ് വൈ മൈനസ് എക്സ് സ്ക്വയർ വൈ മൈനസ് എന്ത് വരും, എക്സ് വൈ സ്ക്വയർ ബൈ 2 എന്ന് വരും. നമ്മൾ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു, ദെൻ വിത്ത് ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ് കൊടുത്തു, ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും, റൂട്ട് 3 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്തു, ഇനി ലോവർ ലിമിറ്റ് 0 ആണ് അല്ലേ. ഇനി ഡി എക്സ് ഈക്വൽ ടു റൂട്ട് 3 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1. ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും, എക്സ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് മൈനസ് എക്സ് ബൈ 2 ഉണ്ട്, ഇവിടെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ചെയ്യാം. അപ്പോൾ എന്ത് വരും, ഈക്വൽ ടു റൂട്ട് 3 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x സ്ക്വയർ ഉണ്ട്. ദെൻ ഇവിടെ എന്തുണ്ടായിരിക്കും, -x by 2 ഒരു പ്ലസ് 2x സ്ക്വയർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം നമുക്കത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്, എക്സ് ബൈ 2 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 by 2 എക്സ് ക്യൂബ്. ഓക്കെ, ഡി എക്സ് എന്ന് വരും. ഇനി എന്ത് ചെയ്യുക, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. പിന്നെ ഓരോന്നിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും റൂട്ട് 3 ഇൻറ്റു ദെൻ വീണ്ടും എന്ത് ചെയ്യുക, എക്സിൽ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്തൊരു എക്സ് സ്ക്വയർ ബൈ 4 മൈനസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് x raised to 4 by 8 എന്ന് വരും, വിത്ത് 0 to 1 ഈക്വൽ ടു റൂട്ട് 3 ഇൻറ്റു 1 by 4 മൈനസ് 1 by 3 പ്ലസ് 1 by 8 എന്ന് വരും, ഈക്വൽ ടു റൂട്ട് 3 by 24 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇവിടെ LCM എടുത്താൽ മതി, റൂട്ട് 3 by 24 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 2 ഡയമെൻഷനിൽ 3Dയിൽ തന്നൊരു പിക്ചറിനെ 2 ഡയമെൻഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അതിനുശേഷം അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ നമ്മൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിൽ എങ്ങനെയാണോ ലിമിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യല് അതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ റെക്ടാങ്കുലർ സുഖം കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു. പോളാർ കോർഡിനേറ്റ്സിൽ സ്ഫിയറും സർക്കിളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോളാർ കോർഡിനേറ്റ്സിൽ ചെയ്യുന്നതായിരിക്കും